ഇന്ന് നോമ്പ് 12. ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് പൊടി വാട്ടി വെച്ചൊക്കെയാണ്. അത് നല്ലോണം കുഴച്ചിട്ട് നമുക്ക് ബോൾസാക്കി മാറ്റി വെക്കാം. പത്തിരിക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പത്തിരി ചുട്ടെടുക്കാം. അങ്ങനെ പത്തിരിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാളയും അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നതിനെ വഴറ്റിയെടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി കൊടുക്കാം. ഒന്ന് നല്ലോണം തിളച്ച് കേട്ടെ. ഈ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ അരച്ചത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചാണ്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കലത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2-3 പട്ടയും കറിയാമ്പും ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത് വേവിച്ച് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിട്ട് നാളത്തേക്ക് നമ്മളത് അരിച്ചെടുക്കുകയുള്ളൂ കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഉഴുന്നോടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ഉഴുന്നോടയുടെ ഷേപ്പിൽ വേണ്ട കുറച്ച് നമുക്കിങ്ങനെ സ്പൂണിൽ എണ്ണയിൽ കോരിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എണ്ണയിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ സ്പൂണിൽ പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ട് കുറച്ച് കയ്യിൽ വെള്ളം തൊട്ടിട്ട് കൈ കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കിള്ളി ഇട്ട് കൊടുത്തത് കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ആദ്യം ഇട്ടത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അത് നല്ലോണം മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനൊരു ചട്നി ഉണ്ടാക്കണം. അങ്ങനെ പത്തിരി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി, പിന്നെ ഉഴുന്നോടൻ്റെ മാവ് വെച്ചത് ഇങ്ങനെ ചെറിയ ചെറിയ ഉഴുന്നോട തന്നെ, തുളയില്ലാന്നുള്ളൂ. അതിനൊരു ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. ഒരാപ്പിളും ഒരു പേരക്ക എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെക്കാം. മേശപ്പുറത്തെല്ലാം റെഡിയാക്കി വെച്ച് ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നോമ്പും തുറന്ന്